السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. صلى الله على نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹു നമ്മുടെ ഈ ഒത്തുചേരലും സംസാരവും സമയവിനിയോഗവുമെല്ലാം ഇരുലോകത്തും നമുക്ക് ഉപകരിക്കുന്ന സ്വാലിഹായ സൽക്കർമ്മങ്ങളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യരായ എനിക്കും നിങ്ങൾക്കും ഒട്ടനവധി കടമകളും കടപ്പാടുകളുമുണ്ട്. പലരോടുമുള്ള കടമകളും കടപ്പാടുകളും നിർവഹിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ കടമകളിൽ വെച്ച് ഏറ്റവും വലുത്, ഏറ്റവും ഗൗരവമേറിയത്, നമുക്ക് ജീവൻ നൽകിയ, നമുക്ക് കാണാൻ കണ്ണും കേൾക്കുവാൻ കാതും എല്ലാം സംവിധാനിച്ച, ശ്വസിക്കുവാനുള്ള വായുവും കുടിക്കുവാനുള്ള വെള്ളവുമെല്ലാം ഇവിടെ സംവിധാനിച്ച പടച്ചവനോടാണ് എന്ന കാര്യത്തിൽ മതമറിയുന്ന ഒരാൾക്കും സംശയമുണ്ടാവുകയില്ല. നമ്മെ സൃഷ്ടിച്ച് നമുക്ക് വേണ്ടുന്ന എല്ലാം ഇവിടെ ഒരുക്കി വെച്ച കാരുണ്യവാനായ ആ പടച്ചവനോടുള്ള ബന്ധം നിലനിർത്തുവാനുള്ള ഒരു മാർഗമാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുള്ള 5 നേരത്തെ നിർബന്ധ നമസ്കാരം. ആ ബന്ധത്തിലൂടെ, ആ നമസ്കാരത്തിലൂടെ പടച്ച റബ്ബുമായിട്ടുള്ള ബന്ധം നമ്മൾ പുലർത്തുകയും നിലനിർത്തിപ്പോരുകയുമാണ് ചെയ്യുന്നത്. സിലത്തും ബൈനൽ അബ്ദി വ റബ്ബിഹി. നമസ്കാരം എന്ന് പറഞ്ഞാൽ അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധമാണ്, പിടിക്കയറാണ്. അതിൽ നമ്മൾ വേണ്ട പോലെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ നമസ്കാരം എന്ന കയർ നമ്മൾ മുറിച്ചു കളഞ്ഞാൽ പടച്ചവനുമായിട്ടുള്ള ബന്ധം അറ്റുപോകുമെന്നാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷഹാദത്ത് കലിമ അംഗീകരിച്ച ഒരാൾക്ക്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ സത്യദൂതനാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരാൾക്ക് ശേഷം നിർവഹിക്കുവാനുള്ള ഏറ്റവും ഗൗരവപ്പെട്ട നിർബന്ധമായ ബാധ്യതയാണ് നമസ്കാരം എന്നുള്ളത്. രോഗിയായ ഒരാൾക്കും യാത്രക്കാരനായി പ്രയാസപ്പെടുന്ന ഒരാൾക്കും അത്തരക്കാർക്ക് പോലും നമസ്കാരം ഒഴിവല്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സ്വബോധമുള്ള ഒരാളാണെങ്കിൽ ICUവിൽ കിടക്കുന്ന അവസ്ഥയിൽ പോലും അയാൾക്ക് വളുവെടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ തയമ്മും ചെയ്യാം. ശുദ്ധമായ പ്രതലത്തിൽ കൈയടിച്ച് മുഖവും കൈയും തടവിക്കഴിഞ്ഞാൽ അയാൾ ശുദ്ധിയുള്ളവളാണ്. സ്വാഭാവികമായും ഇസ്ലാം നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒഴിവ് നൽകിയത് സ്ത്രീ സഹജമായ മെൻസസ് പോലെ, പ്രസവം പോലെയുള്ള സന്ദർഭങ്ങളിൽ സ്ത്രീകൾക്ക് ഒരു ഒഴിവുണ്ട് എന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ സ്വബോധമുള്ള ഒരാൾക്ക് ജീവിതത്തിന്റെ അന്ത്യ സമയം വരെയും ഒഴിവില്ലാത്ത കാര്യമാണ് നമസ്കാരം എന്നുള്ളതാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മത്തിനു വേണ്ടി പോരാടുന്ന ഒരു യോദ്ധാവിന് പോലും നമസ്കാരം ഒഴിവില്ല എന്നുള്ള കാര്യം ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ പഠിപ്പിച്ചു, മരണാനന്തര ജീവിതത്തിൽ മനുഷ്യരായ നാം എല്ലാവരും മരിച്ച് മണ്ണായി തീർന്നാൽ അതോടുകൂടി ജീവിതം അവസാനിക്കുമെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകുന്ന പുനരുദ്ധാനത്തിന്റെ ഒരു പരലോകമെന്നുള്ള ലോകമുണ്ട്. ആ ലോകത്ത് ആദ്യമായി കടമകളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യുമ്പോൾ, കടപ്പാടുകളെ സംബന്ധിച്ച് വിചാരണയ്ക്ക് വിധേയമാക്കുമ്പോൾ ഒന്നാമതായി ചോദ്യത്തിന് വിധേയമാകുന്ന വിഷയം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കുമെന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ തെര്യപ്പെടുത്തിയിട്ടുണ്ട്. അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരടിമയോട് ആദ്യമായി ചോദിക്കപ്പെടുന്ന ചോദ്യം അത് നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ഫഇൻ സ്വലഹത സ്വലഹ സായിറു അമലി, ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശരിയായ ഉത്തരം അയാൾക്ക് പറയാൻ സാധിച്ചാൽ, ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ അയാൾ പരാജയപ്പെടാതെ വിജയിക്കുവാൻ അയാൾക്ക് സാധിക്കുകയാണെങ്കിൽ സ്വലഹ സായിറു അമലിഹി, അയാളുടെ ബാക്കി എല്ലാ കർമ്മങ്ങളും അയാൾക്ക് എളുപ്പത്തിൽ വിജയിച്ച് സുഗമമായ ഒരു തലത്തിലേക്ക് എത്തുവാൻ സാധിക്കും. വഇൻ ഫസദത് ഫസദ സായിറു അമലി, ഒന്നാമത്തെ ചോദ്യം നമസ്കാരത്തിന്റെ വിഷയത്തിൽ, എനിക്ക് ജീവൻ നൽകിയ, എനിക്ക് വായു നൽകിയ, എനിക്ക് കുടിക്കുവാനുള്ള വെള്ളവും ഭക്ഷിക്കുവാനുള്ള ഭക്ഷണവും ഓടി നടക്കുവാൻ പാകത്തിന് ഈ ഭൂമിയെ സജ്ജീകരിക്കുകയും ചെയ്ത കാരുണ്യവാനായ റബ്ബിനോട് ഞാൻ കാണിക്കേണ്ട നന്ദിയുടെ ഭാഗമായിട്ടുള്ള നമസ്കാരം, അതിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരു കാര്യത്തിലും എനിക്ക് പൂർണ്ണത കൈവരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും നിങ്ങളെയും താക്കീത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഇമാം തബറാനി ഉദ്ധരിച്ച ഷെയ്ഖ് അൽബാനി സ്വഹീഹുൽ ജാമിഇൽ 2570 നമ്പർ ഹദീസായി ഉദ്ധരിച്ച പ്രബലമായ ആ ഹദീസിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പരലോകമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ സലഫുസ്സാലിഹീങ്ങൾ, പൂർവികരായ സച്ചരിതന്മാർ, പരലോകമുണ്ട്, പടച്ച റബ്ബ് എന്നത് സത്യമാണ്, സ്വർഗം ഒരു യാഥാർത്ഥ്യമാണ്, നരകം അതിലേറെ യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ മഹാത്മാക്കൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധയുള്ള ആളുകളായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ ഭരണാധികാരികൾക്ക്, ഗവർണർമാർക്ക് കത്തെഴുതുമ്പോൾ കൂട്ടത്തിൽ പ്രത്യേകം എഴുതിയിരുന്നു, വഅലമു അന്ന അഹമ്മ അംരിക്കും ഇൻദി അസ്വലാത്ത്, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഏറ്റവും ഗൗരവമായി എടുക്കുന്നത്, എന്റെ അടുക്കൽ ഏറ്റവും ഗൗരവമുള്ള വിഷയമായി ഞാൻ കാണുന്നത് അസ്വലാത്ത്, നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ഫമൻ ലയ്യഅഹാ ഫഹുവ ലിഗൈരിഹാ അളിയ, ആ നമസ്കാരം ആരെങ്കിലും പാഴാക്കിയാൽ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരാൾക്ക് ശ്രദ്ധയില്ലെങ്കിൽ അയാൾ ബാക്കി കാര്യങ്ങളിലെല്ലാം വളരെയധികം വീഴ്ച വരുത്തും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയിക്കേണ്ടതില്ല എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരാൾക്ക് ശ്രദ്ധയുണ്ടോ എങ്കിൽ ദീനിയായ ബാക്കി കാര്യങ്ങളിൽ അയാൾ ശ്രദ്ധിക്കുവാൻ ബാധ്യസ്ഥനാണ്, അയാൾ കുറെ ശ്രദ്ധിക്കുന്നവനുമായിരിക്കും. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒരാൾക്ക് ദീനിയായ വിഷയങ്ങളിൽ ആവേശമുണ്ടെങ്കിൽ, മതത്തോട് ഒരു സ്പിരിറ്റ് ഉള്ളവനാണ് അയാളെങ്കിൽ, ഇന്നമാ ഹല്ലുഹും മിനൽ ഇസ്ലാം അലാ ഖദ്രി ഹല്ലിഹിം മിനസ് സ്വലാത്ത്, നമസ്കാരത്തിന്റെ വിഷയത്തിൽ അയാൾക്ക് എത്ര കണ്ട് സ്പിരിറ്റ് ഉണ്ടോ, എത്ര കണ്ട് ആവേശവും താല്പര്യവും ഉണ്ടോ, അതനുസരിച്ച് മാത്രമാണ് മതത്തിൽ അയാൾക്കുള്ള താല്പര്യം ഉണ്ടാവുക. വറഗ്ബത്തുഹും ഫിൽ ഇസ്ലാം അലാ ഖദ്രി റഗ്ബത്തിഹിം ഫിസ് സ്വലാത്ത്, നമസ്കാരത്തിൽ ഒരാൾക്ക് അതീവ താല്പര്യമുള്ള ആളാണ്, അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്, അതിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ആളാണ് എങ്കിൽ അയാൾക്ക് ദീനിയായ കാര്യങ്ങൾ പൊതുവെ ശ്രദ്ധയുള്ള ആളായിരിക്കും. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല, ജിഹാദിന്റെ കാര്യത്തിൽ ആവേശമുണ്ടെങ്കിൽ അത് കാപട്യമാണ് എന്ന് തിരിച്ചറിയണം എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കിനെ നമുക്ക് തിരുത്തി വായിക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ നമസ്കാരം ഒരിക്കലും വിട്ടുപോകുന്നൊരവസ്ഥ എന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവുകയില്ല എന്ന ഒരു ദൃഢപ്രതിജ്ഞക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ പക്വതയുള്ള, വിവേകമുള്ള കാര്യങ്ങൾ തിരിച്ചറിയുവാനും പ്രവർത്തിക്കുവാനും തന്റെ ഇടമുള്ള ഒരാളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ മരണം വരെയും എന്റെ ജീവിതത്തിൽ അള്ളാഹുവുമായിട്ടുള്ള ഈ ബന്ധം ഞാൻ നിലനിർത്തി പോരുക തന്നെ ചെയ്യും എന്നൊരു പ്രതിജ്ഞയോടുകൂടി പിരിഞ്ഞു പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പടച്ച റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ നമസ്കാരം ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും, രോഗിയായി ഹോസ്പിറ്റലിന്റെ ICUവിൽ കിടക്കുകയാണ് എങ്കിലും ഞാൻ നമസ്കരിക്കുമെന്നുള്ളൊരു ബോധത്തോടുകൂടി അതിന്റെ പ്രാധാന്യവും ഗൗരവവും നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചാൽ ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങൾ നമുക്കതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും. നമസ്കാരം എന്നത് ഒരു അനുഭൂതിയായി നമുക്കൊരിക്കലും ഒഴിവാക്കുവാൻ സാധിക്കാത്ത, നമ്മൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കൺകുളിർമയായി മാറ്റിയെടുക്കുവാൻ സാധിക്കും. നമസ്കാരത്തിന്റെ നേട്ടങ്ങളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒട്ടനവധി ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രകാശമാണ്. ഇരുലോകത്തും, ഈ ഭൗതിക ലോകത്ത്, നാളെ പാരത്രികമായ പരലോകത്ത് ഒരു പ്രകാശമായി, ഒരു ആശ്വാസമായി നമസ്കാരം ഉണ്ടാകും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വസ്സലാത്തു നൂറുൻ, നമസ്കാരം അത് പ്രകാശമാണ്, ലൈറ്റ് ആണ്. ഏതൊരു മാർഗത്തിലും നമുക്ക് പ്രകാശം ചൊരിഞ്ഞു തരുന്ന, വഴിയിൽ വഴിയറിയാതെ ഉയരുന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല. നമസ്കാരക്കാരനായ നമസ്കാരക്കാരിയായ വിശ്വാസിക്ക് അള്ളാഹു ആശ്വാസം നൽകും, ദിശ കാണിക്കും, പ്രകാശമായി നമസ്കാരം നിലകൊള്ളും. മാത്രവുമല്ല അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായിരിക്കും, അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷനിലായിരിക്കും. നമസ്കാരത്തോടുകൂടി ഒരു ദിവസം തുടങ്ങുവാൻ ആർക്കെങ്കിലും സാധിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, ആർക്കെങ്കിലും പ്രഭാത നമസ്കാരം കൊണ്ടൊരു ദിവസം തുടങ്ങുവാൻ സാധിച്ചാൽ, പ്രഭാതമായി സുബ്ഹി നമസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, അയാൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷനിലാണ്, സംരക്ഷണത്തിലാണ്. ഇമാം മുസ്ലിം, തുർമുദി, ഇബ്നു മാജ തുടങ്ങിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ പ്രബലമായ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വസ്സലാത്തു നൂറുൻ എന്നത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച റിവായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അഥവാ അള്ളാഹുവിന്റെ പ്രത്യേകമായ പരിഗണനയിലും സംരക്ഷണത്തിലും നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. സുബ്ഹ് നമസ്കാരത്തിന്റെ ബാങ്കുലികൾ പള്ളികളിൽ നിന്ന് കേൾക്കുമ്പോൾ പുതച്ചു മൂടി കിടക്കാതെ ആ വിളിക്ക് ഉത്തരം നൽകി ഹയ്യ അലൽ സ്വലാത്ത് ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, അതിലൂടെ സർവമായ വിജയത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ എന്ന് പള്ളി മിനാരങ്ങളിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ ആ നമസ്കാരത്തിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടുപോയാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണം. ആ ജമാഅത്തിൽ പങ്കെടുത്ത് പടച്ചവനുമായിട്ടുള്ള സംഭാഷണത്തിലൂടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അവന്റെ മുമ്പിൽ സമർപ്പിച്ച് ഒരു പുതിയ ജീവിതം ഒരു ദിവസം തുടങ്ങുവാൻ ആർക്കെങ്കിലും സാധിച്ചാൽ അയാൾ പ്രത്യേകമായി അള്ളാഹുവിന്റെ സംരക്ഷണത്തിനായിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതേപോലെ തന്നെ എത്രയെല്ലാം ശ്രദ്ധിക്കുന്ന ആളുകളായിരുന്നാലും നമ്മൾ ജീവിതത്തിലേക്ക് അറിഞ്ഞോ അറിയാതെയോ പാപങ്ങൾ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ എമ്പാടും സാഹചര്യങ്ങളുണ്ട്, സാധ്യതയുണ്ട്. നമസ്കാരം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുന്ന ആളുകളാണോ എങ്കിൽ ആ പാപങ്ങൾ പൊറുക്കുവാൻ നമസ്കാരം അത് നിമിത്തമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഒരു ഉപമയിലൂടെ, ഉദാഹരണത്തിലൂടെ സ്വഹാബികൾ നോക്കി നിൽക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉണങ്ങിയ മരത്തിന്റെ കൊമ്പ് പൊട്ടിച്ചെടുത്തു. ഉണങ്ങിയ ഇലകൾ അതിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബത്തിനെ കാണിച്ചുകൊണ്ട് ആ കൊമ്പൊന്ന് ശക്തമായി കുലുക്കി, അതോടുകൂടി ആ ശിഖരത്തിലെ ആ മരക്കൊമ്പിലെ ഉണങ്ങിയ ഇലകളെല്ലാം പൊടിഞ്ഞു വീഴുവാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, എന്താണ് ഞാൻ ഇപ്രകാരം കാണിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ? തഹാത്തത് ഖത്വായാഹു കമാ തഹാത്ത ഹാദൽ വറഖ്. ഒരു വിശ്വാസി നമസ്കാരം ശരിയായ രൂപത്തിൽ പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, എത്ര തിരക്കുണ്ടായിരുന്നാലും, ജോലി തിരക്കായിരുന്നാലും, പഠനത്തിൻ്റെതായ പാഠഭാരങ്ങളായിരുന്നാലും, ആ കാര്യങ്ങൾക്കെല്ലാം ഇടയിൽ ഞാൻ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കും എന്ന ഒരു കൃത്യമായ ബോധത്തോടുകൂടി, ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി നമസ്കാരം കാത്തു സൂക്ഷിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ കൊമ്പിൽ നിന്ന് അതിന്റെ ഇലകൾ കൊഴിഞ്ഞു വീണതുപോലെ ആ നമസ്കാരക്കാരുടെ ജീവിതത്തിൽ നിന്ന് പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. കമാ തഹാത്ത ഹാദൽ വറഖ്, ഈ ഇലകൾ പൊടിഞ്ഞു പോയതുപോലെ അയാളുടെ പാപങ്ങൾ അയാളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയായി പോകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അതേപോലെ 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വന്തമായ വീടിന്റെ താഴ്ഭാഗത്തോടുകൂടി ശുദ്ധമായ ഒരു പുഴ ഒഴുകുന്ന, ഒരു അരുവി ഒഴുകുന്ന ഒരു മനുഷ്യൻ ആ പുഴയിൽ പോയി, ആ അരുവിയിൽ പോയി 5 നേരം മുങ്ങിക്കുളിച്ച് വൃത്തിയായി വന്നാൽ അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കും ശേഷിക്കുമോ? സ്വഹാബികൾ പറഞ്ഞു, ഇല്ല പ്രവാചകരെ. എങ്കിൽ അതേപോലെയാണ് നമസ്കാരം കൃത്യമായി നമസ്കരിക്കുന്ന ഒരു വിശ്വാസി, അയാളുടെ ജീവിതത്തിൽ പാപങ്ങൾക്ക് സ്ഥാനമുണ്ടാവുകയില്ല. ജീവിതത്തിലേക്ക് കടന്നു വന്ന അള്ളിപ്പിടിച്ച പാവക്കറകൾ ആ നമസ്കാരം മുഖേന കഴുകി വൃത്തിയാക്കുവാൻ സാധിക്കും. 29-ാം അധ്യായം സൂറത്ത് അൻകബൂത്തിൽ 45-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി, വഅഖിമിസ് സ്വലാത്ത, നിങ്ങൾ നമസ്കാരം നേരെ ചൊവ്വെ നിർവഹിക്കേണ്ടതുണ്ട്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നികൃഷ്ടവും വൃത്തികെട്ടതുമായ എല്ലാ തിന്മകളിൽ നിന്ന്, മൂല്യച്യുതികളിൽ നിന്ന് നമസ്കാരം അയാളെ തടുത്തു നിർത്തുന്നതാണ്. വലദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിനെ സംബന്ധിച്ച സ്മരണയാണ് ഏറ്റവും പ്രധാനം, ഏറ്റവും വലുത്. വല്ലാഹു യഅലമു മാ യസ്നഊൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അല്ലാഹു കൃത്യമായി അറിയും. അതേപോലെ അല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായവും പരിഗണനയും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ
ഏതെല്ലാം ഘട്ടത്തിൽ, ഏതെല്ലാം സാഹചര്യങ്ങളിൽ ആരെല്ലാം നമ്മളെ ഒറ്റപ്പെടുത്തിയാലും കൈയൊഴിച്ചാലും അള്ളാഹുവിന്റെ സഹായത്തിനായി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 45-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞു, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, നമസ്കാരം മുഖേനയും സഹനം അവലംബിച്ചുകൊണ്ട്, ക്ഷമ അവലംബിച്ചുകൊണ്ട് നിങ്ങൾ പടച്ച റബ്ബിനോട് സഹായത്തിനായി കേണുകൊള്ളുക, സഹായത്തിനായി അർത്ഥിച്ചുകൊള്ളുക. തീർച്ചയായും ആ പടച്ച റബ്ബിന്റെ സഹായം നിങ്ങളെ തേടിയെത്തും. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ സൂറത്തുൽ ബഖറയിലെ 45-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തുന്നു, ഇന്ന സ്വലാത മിൻ അക്ബറിൽ ഔനി അല സബാത്തി ഫിൽ അംർ. ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിൽ സ്ഥിരതയോടെ, ധൈര്യത്തോടെ ഉറച്ചു നിൽക്കുവാൻ ആർക്കെങ്കിലും സാധിക്കണമെന്നുണ്ടെങ്കിൽ നമസ്കാരം അതിനുള്ള ഏറ്റവും സഹായകമായ ഒരു ഘടകമാണ് എന്നതിൽ ആരും സംശയിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു. ഇന്നമാ യൻസുറുല്ലാഹു ഹാദിഹിൽ ഉമ്മത ബിളഈഫിഹാ ബിദഅവതിഹിം വസ്വലാത്തിഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇമാം ബുഖാരിയും ഇമാം നസായിയും ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ, ഇന്നമാ യൻസുറുല്ലാഹു ഹാദിഹിൽ ഉമ്മ, തീർച്ചയായും അല്ലാഹു ഈ ഉമ്മത്തിനെ സഹായിച്ചുകൊണ്ടിരിക്കും, ബിളഈഫിഹാ ബിദഅവതിഹിം വസ്വലാത്തിഹിം, ഈ ഉമ്മത്തിലെ ദുർബലരായ പാവപ്പെട്ട ആളുകളെ കൊണ്ട് അല്ലാഹു സഹായിക്കും. എങ്ങനെ? അവരുടെ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ട്, വസ്വലാത്തിഹിം, അവരുടെ റബ്ബുമായി അവർ നിലനിർത്തുന്ന ആ നമസ്കാരം മുഖേനയും അള്ളാഹു അവരെ സഹായിക്കുമെന്നാണ് പറഞ്ഞത്. ഇതേപോലെ ഒട്ടനവധി നേട്ടങ്ങൾ, പ്രയോജനങ്ങൾ നമുക്ക് നമസ്കാരത്തിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും. നമസ്കാരം ഒഴിവാക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഒരു ന്യായം പടച്ച റബ്ബിന്റെ മുമ്പിൽ ബോധിപ്പിക്കുവാൻ സാധിക്കുകയില്ല. വായു നൽകിയ, കുടിക്കുവാൻ വെള്ളം നൽകിയ, ഓടിച്ചാടി നടക്കുവാൻ പാകത്തിന് കൈകാലുകൾ നൽകിയ, ഈ ഭൂലോകത്തെ എല്ലാം മനുഷ്യന് വേണ്ടി സംവിധാനിച്ച ആ പടച്ച റബ്ബിനോട് ദന്തകെട്ട രീതിയിൽ നമസ്കാരം ഒഴിവാക്കി പോകുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് റബ്ബിന്റെ മുമ്പിൽ ഒന്നാമത്തെ ചോദ്യത്തിന് തന്നെ മറുപടി പറയുവാൻ സാധിക്കാതെ ഉഴറുന്ന അവസ്ഥയുണ്ടാകും. പലപ്പോഴും റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളായിരിക്കും നമുക്ക് നമസ്കാരത്തിന്റെ കാര്യത്തിൽ തടസ്സമായി പറയാനുള്ളത്. എന്തുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ കാണുന്നില്ല, നമസ്കരിക്കുവാൻ നിങ്ങൾ വരുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ, കോളേജിൽ പഠിക്കുന്ന ക്യാമ്പസുകളിലുള്ള നമ്മുടെ സഹോദരങ്ങളോടും നാട്ടിലുള്ള നമ്മുടെ കൂട്ടുകാരോടും ജ്യേഷ്ഠന്മാരും അനുജന്മാരും അനുജത്തിമാരും ജ്യേഷ്ഠത്തിമാരും എല്ലാവർക്കും പറയുവാനുള്ള തടസ്സം ചിലപ്പോൾ ജോലിയായിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ പഠനമായിരിക്കും. അതേപോലെ വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് മക്കളെ കുറിച്ചായിരിക്കും പറയുവാനുള്ളത്. സഹോദരങ്ങളെ, ഇതെല്ലാം പടച്ചവൻ നൽകിയ അനുഗ്രഹങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ അനുഗ്രഹം നൽകിയ റബ്ബിനോട് നന്ദി കാണിക്കേണ്ടതിന് പകരം നന്ദികേട് കാണിക്കാൻ ആ അനുഗ്രഹം നിമിത്തമായി പോയാൽ എന്താണ് അതിന്റെ മറുപുറം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പടച്ച റബ്ബേ, ഈ അനുഗ്രഹങ്ങളൊന്നും നീ ഞങ്ങൾക്ക് നൽകിയിട്ടില്ലെങ്കിൽ നിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ പാലിച്ചു കൊള്ളാം എന്നല്ലേ അതിന്റെ മറുവശം. ഒരിക്കലും അങ്ങനെ ആയിക്കൂടാ. വിശ്വാസികൾ, സത്യവിശ്വാസികളായ സ്വർഗാവകാശികളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ 24-ാം അധ്യായം സൂറത്തുൻ നൂറിലെ 37-ാമത്തെ വചനത്തിൽ പറഞ്ഞു, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ. റബ്ബിനെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ തൊട്ട് കച്ചവടമോ ക്രയവിക്രയങ്ങളോ ഒന്നും അവരെ അശ്രദ്ധയിലാക്കുന്നില്ല. വഇഖാമിസ് സ്വലാത്ത് വഇതാഇസ് സകാത്ത്, നമസ്കാരം കൃത്യമായി അതാതിന്റെ സമയങ്ങളിൽ ജമാഅത്തായി പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ആ ബാധ്യതയിൽ ഒന്നും അവരുടെ കച്ചവടം അവർക്ക് തടസ്സമല്ല, അവരുടെ പഠനം അവർക്ക് തടസ്സമല്ല, ഭൗതികമായ സംവിധാനങ്ങളൊന്നും അവർക്ക് തടസ്സമല്ല. കാരണം യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ, ഒരു ദിവസം വരാനുണ്ട് എന്ന കാര്യത്തിൽ അവർ കൃത്യമായി ബോധമുള്ള ആളുകളാണ്. അവർ പടച്ചവനെ ഭയക്കുന്നു, ആ പടച്ചവൻ സംവിധാനിച്ച പരലോകത്തെ അവർ പേടിക്കുന്നു. തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ, ഹൃദയങ്ങൾ അതിന്റെ സ്ഥാനം തെറ്റിപ്പോകുന്ന, പേടിച്ച് വിറച്ചുകൊണ്ട് മനുഷ്യന്മാരുടെ ദൃഷ്ടികൾ പോലും മറഞ്ഞു പോകുന്ന ആ ദിവസത്തെ സംബന്ധിച്ച് ബോധവാന്മാരാണ് അവർ ഭയപ്പെടുകയും ചെയ്യുന്നു. ആ നരകശിക്ഷയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രമാത്രം ഗൗരവത്തോടു കൂടി പറഞ്ഞ ആ നമസ്കാരത്തിന്റെ കാര്യം 74-ാം അധ്യായം സൂറത്ത് മുദ്ദസ്സിറിലെ 42-43 വചനങ്ങളിലൂടെ ഖുർആൻ ഊന്നിപ്പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ നരകവാസികളായ ചില ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആ നരകത്തിൽ പോകുവാനുള്ള കാരണം എന്താണ് എന്ന് ആളുകൾ അവരോട് ചോദിക്കുമ്പോൾ, മാ സലകകും ഫീ സഖർ, നരകത്തിന്റെ പ്രത്യേകമായ ഭാഗം സഖർ എന്ന നരകത്തിൽ, സഖർ എന്ന ഭാഗത്ത് കത്തിയെരിയുവാൻ എന്തുകൊണ്ട് നിങ്ങൾ വിധിക്കപ്പെട്ടു? എന്താണ് നിങ്ങൾ ചെയ്ത അപരാധം? അവർ പറയും, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ. ഒന്നാമതായി അവർ പറയുന്നത്,
ഞങ്ങൾ നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ജമാഅത്തായി പള്ളിയിലേക്ക് എല്ലാവരും പോകുമ്പോൾ ക്യാമ്പസുകളിൽ മാറിയിരുന്നുകൊണ്ട് വിനോദങ്ങളിലും കളിതമാശകളിലും ഏർപ്പെട്ട് സമയം കൊല്ലുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. നമസ്കാരത്തിന്റെ കാര്യത്തിൽ അതിൻ്റെതായ ഗൗരവത്തോടുകൂടി കണിശതയോടുകൂടി ആ നമസ്കാരം നിർവഹിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെയുള്ള ഹതഭാഗ്യവാന്മാരിൽ ഞാനും നിങ്ങളും പെട്ടുപോകുമെന്നുള്ള കാര്യം സഹോദരങ്ങളെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമസ്കാരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും സ്ഥാനമർഹിക്കുന്ന സംഗതിയാണ്. കേവലം ഒരു കടമ നിർവഹിക്കലായി ആ നമസ്കാരത്തെ അധപ്പതിപ്പിച്ചുകൂടാ. അത് ആസ്വദിക്കുവാൻ നമുക്ക് സാധിക്കണം, കൺകുളിർമയോടുകൂടി നിർവഹിക്കുവാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, വജുഇലതു ഖുർറതു ഐനി ഫിസ്സലാത്ത്, എന്റെ കൺകുളിർമ എനിക്ക് അല്ലാഹു നിശ്ചയിച്ചത് നമസ്കാരത്തിലാണ്. എന്തെല്ലാം വിഷമതകളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ 2 റക്അത്ത് നമസ്കാരത്തിലൂടെ ആ പ്രയാസങ്ങളെ എല്ലാറ്റിനെയും വിസ്മരിക്കുവാൻ, ആ നമസ്കാരത്തെ ഒന്ന് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പലപ്പോഴും സാധിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദും നസായിയും ഉദ്ധരിച്ച സ്വഹീഹുൽ ജാമിഇൽ 3093 നമ്പർ ഹദീസായി ഷെയ്ഖ് അൽബാനി രേഖപ്പെടുത്തിയ പ്രബലമായ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വജുഇലതു ഖുർറതു ഐനി ഫിസ്സലാത്ത്, എന്റെ കൺകുളിർമ നമസ്കാരത്തിലാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ശ്രദ്ധേയമായ ഒരു പരാമർശം ഈ ഹദീസിന്റെ അനുബന്ധം എന്നോണം പറയുന്നത് കാണുവാൻ സാധിക്കും. വലൈസ ഫിദ്ദുനിയാ നഈമുൻ യുശ്ബിഹു നഈമ അഹ്ലിൽ ജന്ന ഇല്ലാ ഹാദാ, നമസ്കാരത്തെ പോലെ അള്ളാഹുവുമായി സംവദിക്കുവാനും സംഭാഷണത്തിൽ ഏർപ്പെടുവാനും അള്ളാഹുവുമായി രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് വിശ്വാസികൾ അനുഭവിക്കുന്ന ആസ്വാദനത്തോളം തുല്യമായ, അതിനോളം കിടപിടിക്കുന്ന ഒരു ആസ്വാദനവും ഒരു അനുഭൂതിയും ദുനിയാവിൽ ഭൗതിക ലോകത്ത് വേറെയില്ല. വലിഹാദാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭൗതികമായ ലോകത്ത് എന്തെല്ലാം അനുഭൂതികളും സുഖാസ്വാദനങ്ങൾ ഉണ്ടെങ്കിലും പരലോകത്തെ സ്വർഗത്തിന്റെ അനുഭൂതികളോട് കിടപിടിക്കുന്ന, അതിനോട് അല്പമെങ്കിലും സാദൃശ്യമാകുന്ന ഒരനുഭൂതി എന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഇല്ലാ ഹാദാ, നമസ്കാരത്തിന്റെ ഈ കാര്യമൊഴികെ. നമസ്കാരത്തിൽ വിശ്വാസികൾ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. സ്വർഗസ്ഥരായ സ്വർഗീയ വാസികളായ സത്യവിശ്വാസികൾ അനുഭവിക്കുന്നത് പോലെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമസ്കാരം എന്റെ കൺകുളിർമയാണ് എന്നത്. അദ്ദേഹം വിശദീകരിക്കുന്നു, വഖുർറത്തുൽ ഐനി ഫൗഖൽ മഹബ്ബ, കൺകുളിർമ എന്ന് പറഞ്ഞാൽ സ്നേഹം, താല്പര്യം എന്നതിനേക്കാൾ ഉപരിയാണ്. ഫഇന്നഹു ലൈസ കുല്ലു മഹ്ബൂബിൻ തഖിറു ബിഹിൽ ഐൻ, ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങൾ കൊണ്ടും കൺകുളിർമ സാധിച്ചു കൊള്ളണമെന്നില്ല. ഭക്ഷണം ഇഷ്ടമാണ്, വെള്ളം ഇഷ്ടമാണ്, അതേപോലെ ഭാര്യ ഇഷ്ടമാണ്, മക്കൾ ഇഷ്ടമാണ്, സഹപാഠികൾ ഇഷ്ടമാണ്, പലതും നമുക്കിഷ്ടമാണ്. പക്ഷേ അതിൽ എല്ലാം കൺകുളിർമ പ്രദാനം ചെയ്തതായിക്കൊള്ളണമെന്നില്ല. മറിച്ച് വഇന്നമാ തഖറുൽ ഐനു ബിഅലൽ മഹ്ബൂബാത്ത്, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ കാര്യങ്ങളിലൂടെയാണ് ഒരു മനുഷ്യന് ഏറ്റവും വലിയ അനുഭൂതിയും കൺകുളിർമയും ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് നമസ്കാരം ആ രീതിയിലേക്ക് ഉയരുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു, ലിമാ ഫീഹാ മിൻ മുനാജാതി മൻ ലാ തഖറുൽ ഉയൂൻ വലാ തത്മഇന്നുൽ ഖുലൂബ് വലാ തസ്കുനുൻ നുഫൂസ് ഇല്ലാ ഇലൈഹി, ഏതൊരു പടച്ചവനിലേക്കാണ് നമ്മുടെ കണ്ണുകൾ കാണുവാൻ കൊതിക്കുന്നത്, നമ്മുടെ ഹൃദയങ്ങൾ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു തരുവാനുള്ള ഒരു അത്താണിയായി, ആശ്രയമായി ആരെയാണോ നമ്മൾ അവലംബിക്കുന്നത്, ആശ്രയിക്കുന്നത്, ആ പടച്ച റബ്ബിലേക്കാണ്. അല്ലാഹു അക്ബർ, അവനാണ് എനിക്ക് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് കൈകെട്ടി അവന്റെ മുമ്പിൽ നിൽക്കുവാൻ നമ്മൾ തയ്യാറാകുന്നത്. അത് നമസ്കാരത്തിലൂടെ മാത്രമാണ് സാധിക്കുന്നത്. ആ പടച്ച റബ്ബിന്റെ മുന്നിലാണ് ഞാൻ നമസ്കരിക്കുന്നത്, അവന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, അവനോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി പറയുന്ന വാക്കുകളെയും വാചകങ്ങളെയും കുറിച്ച് അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമസ്കരിക്കുവാൻ നിൽക്കുന്ന ഒരു വിശ്വാസിക്ക് ആ നമസ്കാരത്തിലൂടെ തള്ളി നീക്കുന്ന, അയാൾ പങ്കെടുക്കുന്ന, അയാൾ മുന്നോട്ട് പോകുന്ന ഓരോ നിമിഷവും ആസ്വാദനത്തിന്റെ അതിർവരമ്പുകൾ നിർണയിക്കുവാൻ സാധിക്കാത്ത ഉന്നതമായ ഒരു പദവിയിലായിരിക്കും അയാൾ എന്നുള്ളത് ആർക്കും സംശയിക്കേണ്ടതില്ല. അനുഭവങ്ങളിലൂടെ മാത്രം മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ്. അത് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ഇരു ലോകത്തും ഗുണകരമാകണമെങ്കിൽ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച് കാണിച്ചു തന്നതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് നമസ്കരിക്കുവാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരമാണോ നിങ്ങൾക്ക് നമസ്കരിച്ച് കാണിച്ചു തന്നത് അതേപോലെ നിങ്ങൾ നമസ്കരിക്കണം.
അങ്ങാടികളിൽ മാർക്കറ്റുകളിൽ കിട്ടുന്ന ഏതെങ്കിലും പുസ്തകം വാങ്ങി വായിച്ച് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ നമസ്കരിക്കുന്ന ആളുകളായിക്കൂടാ. ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ പ്രത്യേകമായ ആളുകളായിക്കൊണ്ട് ആ മദ്ഹബ് അനുസരിച്ച് നമസ്കരിക്കുക എന്നതുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹബ് അനുസരിച്ച് പ്രവാചകൻ ചെയ്തു കാണിച്ച അതേ രൂപത്തിൽ നമസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ സുന്നത്തനുസരിച്ച് നമസ്കരിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മിൽ എത്ര പേർ അങ്ങനെ നമസ്കരിക്കുവാനും പഠിക്കുവാനും ശ്രദ്ധിച്ചിട്ടുണ്ട്? ആലോചിക്കേണ്ടതാണ്. ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയകമായി വളരെ ശ്രദ്ധേയമായ ഒരു കാൽവയ്പ് നടത്തിയ വ്യക്തിയാണ്. അദ്ദേഹം തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ചൊരു പുസ്തകമുണ്ട്. അറബി ഭാഷയിലാണ് സിഫത്തു സ്വലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിലുള്ള പുസ്തകം. അത് മലയാളത്തിൽ ഭാഷാന്തരം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിലും മറ്റു ലോക ഭാഷകളിലൊക്കെ ആ പുസ്തകം നമുക്ക് ലഭ്യമാണ്. പഠിക്കുവാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത് ഉപയോഗപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനിയായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമസ്കാരത്തിന്റെ ഓരോ മസ്അലകളും ഓരോ തെളിവുകളും ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കുന്ന വിഷയത്തിൽ ഒരു മടിയും ഒരു അമാന്തവും ആരും കാണിക്കേണ്ടതില്ല. ഒരു കടുത്ത് കടിക്കുന്നത് പോലെ എങ്ങനെയെങ്കിലും നമസ്കരിച്ച് തീർക്കുക എന്നൊരവസ്ഥയുമാകുവാൻ പാടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഒരു സ്വഹാബി വന്ന് നമസ്കരിക്കുകയാണ്. വേഗത്തിൽ ധൃതിയിൽ കോടി കൊത്തുന്നത് പോലെ പെട്ടെന്ന് നമസ്കരിച്ച് തീർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അദ്ദേഹം സലാം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇർജി ഫസല്ലി ഫഇന്നക ലം തുസല്ലി, നീ പോയി നമസ്കരിക്കുക, നീ നമസ്കരിച്ചിട്ടില്ല. പിന്നെയും അദ്ദേഹം അതേപോലെ നമസ്കരിച്ച് തിരിച്ചു വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മറുപടി ആവർത്തിച്ചു. 3 പ്രാവശ്യം അദ്ദേഹം അങ്ങനെ ചെയ്തു. അദ്ദേഹത്തിന് ഇതല്ലാത്ത രീതിയിൽ നമസ്കരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ ശരിയായ രൂപങ്ങൾ വിശദീകരിച്ചു. എന്താണ് ആ സ്വഹാബിക്ക് പറ്റിയ അബദ്ധം എന്ന് ചോദിച്ചാൽ, ആ സ്വഹാബിയുടെ നമസ്കാരത്തിൽ അടക്കവും ഒതുക്കവും ഉണ്ടായില്ല. കൃത്യമായ രൂപത്തിൽ നമസ്കാരത്തിൽ ഓരോന്നും ചൊല്ലേണ്ടതുപോലെ ആ സമയങ്ങളിലെല്ലാം ഒരടക്കവും ഒതുക്കവും സാവകാശവും നമസ്കാരത്തിന്റെ ഓരോ ഘടകങ്ങളിലും അദ്ദേഹം പാലിച്ചില്ല എന്നതാണ്. അതേപോലെ വൈകി വന്ന് ധൃതിപ്പെട്ട് ഒന്നുകൊടുക്കുന്ന ആളുകൾ വേഗത്തിൽ ഒന്നുകൊടുക്കുമ്പോൾ ഒന്ന് നമസ്കാരത്തിന് ഷർത്തിൽപ്പെട്ടതാണ്, നിബന്ധനകളിൽപ്പെട്ടതാണ്, കണ്ടീഷനാണത്. ആ ഒന്നു ശരിയായിട്ടില്ലെങ്കിൽ നമസ്കാരം എത്ര ഭംഗിയോടുകൂടി നിർവഹിച്ചാലും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുകയില്ല. ഒരിക്കൽ ധൃതിയിൽ ഒന്നുകൊടുത്ത ഒരു സഹാബി, അദ്ദേഹത്തിന്റെ കാൽഭാഗത്ത് ചെറിയ ഒരു നഖത്തിന്റെ പാട്, അത്ര ചെറിയൊരു ഭാഗം വെള്ളം നനഞ്ഞിട്ടില്ല, ഒന്നും ശരിയായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒച്ചയിൽ വിളിച്ചു പറഞ്ഞു, വൈലുൻ ലിൽ അഖാബി മിനൻ നാർ, വൈലുൻ ലിൽ അഖാബി മിനൻ നാർ, വൈലുൻ ലിൽ അഖാബി മിനൻ നാർ. ചില മടമ്പുകാലുകൾക്ക് നാശം, അത് നരകത്തിലാണ്. അഥവാ നമസ്കാരത്തിന്റെ നിർബന്ധമായ ഘടകമെന്നോണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമസ്കാരത്തിൽ ഒളു ചെയ്യുമ്പോൾ ഓരോ ഭാഗങ്ങളും വെള്ളം നനയുമാറ് പൂർത്തിയാക്കി ചെയ്യുവാൻ സാധിക്കണം. ഇല്ലെങ്കിൽ അത് നമസ്കാരത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന സംഗതിയാണ്. അതേപോലെ വസ്ത്രം ധരിക്കുമ്പോൾ ടൈറ്റ് ഫിറ്റായ വസ്ത്രങ്ങൾ നമുക്ക് ധരിക്കുവാൻ പാടില്ല, നമസ്കാരത്തിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ. അതേപോലെ നെറിയാനുക്ക് താഴെ വലിച്ചേക്കുന്ന ഒരു വസ്ത്രം, അത് മുണ്ടെടുക്കുന്നവരായിരുന്നാലും പാൻസ് ധരിക്കുന്നവരായിരുന്നാലും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പാടുള്ള സംഗതിയല്ല. അതേപോലെ അത് വൃത്തിയാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. മൂത്രമൊഴിച്ചു വരുമ്പോ മൂത്രത്തിന്റെ അംശങ്ങൾ ആ വസ്ത്രത്തിലേക്ക് തെറിച്ചിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രവുമായിട്ടുള്ള നമസ്കാരം അത് നമുക്ക് ഉപകരിക്കുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട്, ഗൗരവം നൽകാത്തത് കൊണ്ട് വന്നു പോകുന്ന മറ്റൊരു പിഴവാണ്, നമസ്കരിക്കുവാൻ നിൽക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തുസല്ലി ഇല്ലാ ഇലാ സുത്ര, ഒരു സുത്രയുണ്ടായിട്ടല്ലാതെ, മുന്നിൽ ഒരു മറയുണ്ടായിട്ടല്ലാതെ നീ നമസ്കരിക്കുവാൻ ഇടവരരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്കിടയിൽ, അതല്ലെങ്കിൽ പെരുന്നാൾ നമസ്കാരം ഗ്രൗണ്ടിൽ വെച്ച്, ഈദ്ഗാഹുകളിൽ വെച്ച് നടത്തുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിൽക്കുന്നതിന്റെ മുമ്പിൽ എന്തെങ്കിലും നാട്ടിവെക്കുമായിരുന്നു, ഒരു വടിയോ വേറെ എന്തെങ്കിലും കൊണ്ടുവന്ന് നിർത്തുമായിരുന്നു, വെക്കുമായിരുന്നു. അതിന്റെ പിന്നിലാണ് നമസ്കരിക്കുക. നമ്മളൊന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ പള്ളിയിൽ നമുക്ക് തൂണുകൾ ഉണ്ടാകും, ഭിത്തിയുണ്ടാകും, കസേരയുണ്ടാകും, എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുന്നിൽ ഒരു സുത്ര എന്ന രീതിയിൽ വെക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷെ മനസ്സ് വെക്കാത്തത് കൊണ്ട്, നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് അതിന്റെ പുണ്യവും മഹത്വവും നമ്മൾ കളഞ്ഞുകുളിക്കുന്നു എന്നർത്ഥം. അതേപോലെ തന്നെ അതീവ ഗൗരവമായ സംഗതിയാണ് സഹോദരങ്ങളെ, എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും നമസ്കരിക്കുക എന്നതല്ല. ഞാൻ ഓതിയ ആയത്തുകളിലൂടെ, ഞാൻ പറഞ്ഞു കേൾപ്പിച്ച ഹദീസുകളിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം നൽകിയത്, ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തിയത്, മുസ്ലിങ്ങൾ സംഘടിതമായി ഒത്തൊരുമിച്ച് ഒരു ഖിബലയിലേക്ക് തിരിഞ്ഞ് ഒരേ അണിയായി ഒരേ ജമാഅത്തിൽ
സംഘടിതമായി ജമാഅത്തായി നമസ്കരിക്കുക എന്നത് അത് നിർബന്ധമാണ് എന്ന് തെളിയിക്കുന്ന ധാരാളം തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് വളരെ പ്രബലരായ സൂക്ഷ്മാലുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞത് നിർബന്ധ ബാധ്യതയാണ് ജമാഅത്ത് നമസ്കാരം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്നാണ്. ഞാൻ ആദ്യമായി ഓതി കേൾപ്പിച്ച ആയത്തിന്റെ അർത്ഥം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം സൂറത്ത് മറിയമിലെ 59-60 ആയത്തുകൾ അള്ളാഹു അതിനു മുമ്പ് മഹാന്മാരായ ഒരുപറ്റം അമ്പിയാക്കന്മാരുടെ ചരിത്രം എടുത്തു പറഞ്ഞതിന് ശേഷം പറയുന്നു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, ആ സച്ചരിതരായ ഉത്തമരായ ആളുകൾക്ക് ശേഷം ചില പിൻഗാമികളായ ആളുകൾ കടന്നു വന്നു. അല്ലാഹു സ്വലാത്ത്, നമസ്കാരത്തിന്റെ ഗൗരവം അവർ പാഴാക്കി കളഞ്ഞു. ആ നമസ്കാരത്തിന്റെ ഗൗരവം അവർക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. വത്തബഉ ശഹവാത്ത്, ദേഹേച്ഛകളെയാണ് അവർ പിൻപറ്റിയത്. നമസ്കാരം കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കുവാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ ദേഹേച്ഛകളുടെ പിന്നാലെ നമ്മൾ പോയതുകൊണ്ടായിരിക്കും. ഇന്റർനെറ്റിന്റെ മുമ്പിൽ അതേപോലെ ചാറ്റുകളായി സമയങ്ങൾ തള്ളി നീക്കുമ്പോൾ, അതുമല്ലെങ്കിൽ വിനോദങ്ങളിൽ നമ്മൾ ആറാടുമ്പോൾ നമസ്കാരത്തിന്റെ പ്രാധാന്യം നമുക്ക് ഓർക്കുവാനും നിർവഹിക്കുവാനും സാധിക്കുകയില്ല എങ്കിൽ ഖുർആൻ പറഞ്ഞു, ഫസൗഫ യൽഖൗന ഗയ്യ, നരകമാണ് അവരെ കാത്തിരിക്കുന്നത്. ഇല്ലാ മൻ താബ വ ആമൻ, അതിന്റെ ഗൗരവം മനസ്സിലാക്കി നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഞാൻ വീഴ്ച വരുത്തിയ വീഴ്ചകളെ കുറിച്ച് മനസ്താപത്തോടുകൂടി പശ്ചാത്തപിച്ചുകൊണ്ട് പടച്ചവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുവാൻ ആർക്കെങ്കിലും സാധിച്ചാൽ, വ ആമന, വിശ്വാസം പുതുക്കുവാനും ആർക്കെങ്കിലും സാധിച്ചാൽ, ഖുർആൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും അടിവരയിട്ടുകൊണ്ട് ഉണർത്തിയത് പരിശുദ്ധ ഖുർആൻ തന്നെ മനസ്സിലാക്കി തരുന്നു. നമസ്കാരം ഒഴിവാക്കുന്ന ഒരാളുടെ വിധി എന്താണ്? അയാൾ മുസ്ലിമാണോ കാഫിറാണോ എന്ന് ചോദിക്കേണ്ടതില്ല. നമസ്കാരം ഒഴിവാക്കുന്ന ആളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞപ്പോൾ തൗബ ചെയ്യുക എന്ന് മാത്രമല്ല, വആമന, അയാൾ വിശ്വാസിയാവുകയും കൂടി ചെയ്താൽ, അഥവാ അതോടുകൂടി അയാൾ വിശ്വാസിയല്ലാതെ ഇസ്ലാമിന്റെ പുറത്തേക്ക് പോയിട്ടുണ്ട്, നമസ്കാരം തുടങ്ങി യഥാർത്ഥ വിശ്വാസിയായാൽ തിരിച്ചു വന്നാൽ, വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ, ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അത്യുന്നതമായ സ്വർഗീയ ലോകത്ത് അവർക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. വലാ യുളമൂന ശൈആ, തരിമ്പും അനീതി അത്തരക്കാരോട് കാണിക്കപ്പെടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലെ 59-60 ആയത്തുകളിലൂടെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതുപോലെ നമസ്കാരത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് മരണം വരെയും ആ ബാധ്യതാ നിർവഹണത്തിൽ നിന്ന് ഒരു കടുകയുടെ വ്യതിചലിക്കാതെ ആ ബാധ്യതാ നിർവഹണത്തിൽ സജീവരായി മുന്നോട്ട് പോകാൻ അർഹമുർ റഹീമീനായ റബ്ബ് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ വക്താക്കളായി ജീവിക്കുവാൻ, മാതൃകാ യോഗ്യമായൊരു ജീവിതം കാഴ്ചവെക്കാൻ, ഇരു ലോകത്തും അനുഗ്രഹിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.